Hello, good morning all. Good morning. Good morning. വഹാബ് സർ ജോയിൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കാണില്ല. സർ ഇപ്പൊ എത്തുണ്ടാ? സർ ഇപ്പൊ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, സോറി. സാറ് ഞാൻ അയച്ച മെസ്സേജ് കണ്ടിട്ടുണ്ട്. അപ്പം വരുമായിരിക്കും അല്ലേ? സർ ഉറങ്ങിപ്പോയി. ഉം, ഉം. ഈ കാര്യം ചെയ്താലോ, ഈ ഒരു ഗ്യാപ്പിൽ ഫവാസ് സാറിന്റെ ഒരു പ്രാർത്ഥന ആയാലോ? ഫവാസ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന്. സാർ ജോയിൻ ചെയ്തിട്ടില്ല അല്ലേ? ഇന്ന് സാറ് ലീവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലേ. അതുപോലെ സൂസൻ മാമും ജോയിൻ ചെയ്തിട്ടില്ല. സൂസൻ മാം ഇന്നലെ ടൂറിലായിരുന്നു തോന്നുന്നുണ്ട്. സ്റ്റാറ്റസ് പിക്ചറൊക്കെ കണ്ടിരുന്നു. ക്ലാസ് എടുക്കാനുള്ള സാറ് വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ വഹാബ് സാർ. ഹലോ. സർ സോറി റെഡിയാണോ? ഇച്ചിരി ലേറ്റായി. ഞാൻ കാര്യം കുഴപ്പമില്ല. ചെയ്യാം.
ഞാന് പിന്നെ ലാപ്പില് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോ? റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശരി ശരി. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. മോർണിംഗ്. ഞാൻ തുടങ്ങാൻ ഇച്ചിരി പിന്നെ നമ്മളെ സമയത്തിൽ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. എന്തായാലും നേരെ ഡയറക്റ്റ് വിഷയത്തിൽ കിടക്കാം. ഈ ഒരു വിംബിൾ മോർണിംഗ് അതിന്റെ കോർഡിനേറ്റർ സജിന മാം, അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ സർ, ഇതിന് പിന്നിലുള്ള എല്ലാവരെയും ഒന്ന് സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഇതിന്റെ ഒരു പിന്നിൽ പ്രയത്നിച്ചതിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ കേൾക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒന്നുകൂടി പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഏവർക്കും മനസ്സിലാക്കിയതുപോലെ എൻ്റെ സബ്ജക്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ചെറിയ പ്രശ്നങ്ങളെ വലിയ എന്താണ് പ്രശ്നങ്ങളാക്കുന്നതിൽ ഇറാഷണൽ ബിലീഫ് എന്നുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ പിന്നെ റോളാണ്, അതിന്റെ പവറാണ്. ഓക്കെ, അപ്പോ ഈ ഇറാഷണൽ ബിലീഫ് എന്നുള്ളത് പിന്നെ ആദ്യമായിട്ട് അത് കോയിൻ ചെയ്യുന്നത് നമ്മുടെ ആൽബർട്ട് എല്ലിസ് ആണ്. ആൽബർട്ട് എല്ലിസ് എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പേർക്ക് പിന്നെ ആൽബർട്ട് എല്ലിസിനെ അറിയാം എന്ന് പറയാമോ? ആൽബർട്ട് എല്ലിസ് കേട്ടിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും? ഇതിൽ ഞാൻ സത്യമാണ് പ്രതീക്ഷിച്ചത് പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നതാണ്. യെസ് സർ, കേട്ടിട്ടുണ്ട്. ഒന്ന് പറയാവോ? REBT കൊണ്ടുവന്നത് ആൽബർട്ട് എലിസ്. ക്ലാരിറ്റി പ്രശ്നം ഉണ്ടല്ലോ. RBT yes, you are right. REBT. ജസ്റ്റ് ഞാനെന്റെ ഒന്ന് വീഡിയോ ഒന്ന് സെറ്റ് ആക്കുന്നുണ്ടേ. കാണുന്നുണ്ടോ? ഓക്കെ ആണോ? ഹലോ, ക്ലിയർ അല്ല സർ. കാണുന്നുണ്ട്, പക്ഷെ ക്ലാരിറ്റി ഇല്ലല്ലോ. ക്ലിയർ അല്ലല്ലോ. അത് അതിനിടയ്ക്ക് ഞാൻ ചെയ്തോ, നമ്മള് കാര്യങ്ങൾ പറഞ്ഞോളാം. ഞാൻ ലേറ്റ് ആയതിന്റെ ചെറിയ പ്രയാസമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ആരാ പറഞ്ഞത്? ആ പറഞ്ഞത് ക്ലിയർ ആയില്ലല്ലോ. അത് എനിക്ക് മാത്രമാണോ? തുടക്കത്തിൽ ക്ലിയർ ആവണ്ടായിരുന്നില്ല. ഫവാസ് സാറിന് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ വീഡിയോ ക്ലിയർ ആണോ നോക്കിട്ട് പറയണേ. വീഡിയോ ക്ലിയർ ക്ലിയർ ആണ് അല്ലേ? സർ. ഓക്കെ. തിരിഞ്ഞിരിക്കുന്നുണ്ട്, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അത് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ റെഡി അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ റെഡിയാണ്. ഓക്കെ. അപ്പൊ ഞാനത് സാധാരണ ചെയ്യുന്ന സെറ്റപ്പിലല്ല ചെയ്യണത്, അതിന്റെ ഒരു പ്രയാസം ഉണ്ട്. ഓക്കെ, സോറി. കുഴപ്പമൊന്നും. സാർ ഒന്നുകൂടെ പറയോ? ഇതിന്റെ ഒരു ചെസ്റ്റ് തെറാപ്പി മാത്രമേ കേട്ടുള്ളൂ. REBT ബന്ധപ്പെട്ട ഇതാണ് ആളാണ് ഞാൻ പറഞ്ഞത്. റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. ഓക്കെ. റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. ഓക്കെ, താങ്ക് യു സർ. അതായത് ഞാൻ ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ ശരിക്കും ഈ ഒരു ടേം, ഇറാഷണൽ എന്നുള്ള ടേം ആദ്യമായി കോയിൻ ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ REBT എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നല്ലൊരു തെറാപ്പിയാണ്. CBTന്റെ അതേ കട പിടിക്കുന്ന ഏകദേശം അതേ റേഞ്ചിൽ വരുന്ന മറ്റൊരു തെറാപ്പിയാണ്. അതിന്റെ ഫൗണ്ടറാണ്, ഡിസ്കവർ ചെയ്ത ആളാണ്. അതേപോലെ ഈ ഒരു REBTയുടെ കോർ കോൺസെപ്റ്റ് ആണ് ഞാൻ ഈ പറയുന്നത് എന്ത് ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇറാഷണൽ ബിലീഫിലേക്ക് ഞാൻ വരികയാണ്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ.
നമ്മുടെ ജീവിതത്തില് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. നമ്മള് ആരുടെയെങ്കിലൊക്കെ ദേഷ്യം പിടിച്ച അല്ലെങ്കിൽ നമ്മളെ അത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം സ്ട്രെസ് ആയിപ്പോയ ചില സംഭവങ്ങൾ, ഇത്തരം സംഭവങ്ങളിൽ ആ ഒരു സംഭവമാണോ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചത്, അല്ലെങ്കിൽ ആ സംഭവമാണോ നമ്മളെ അധികം പ്രയാസപ്പെടുത്തിയത്, അല്ലെങ്കിൽ നമ്മളെ സ്ട്രെസ്സാക്കിയത് ആ സംഭവമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു ക്ലൂ കൂടെ തരാം. പ്രത്യേകിച്ചും നമ്മൾ ഈ ഇറാഷണൽ ബിലീഫ് നമ്മൾ പറയുമ്പോൾ നമ്മളെ കപ്പിൾ റിലേഷൻഷിപ്സ് അതുപോലുള്ള ഇത്തരം പിന്നെ ഈ വിഷയങ്ങളിലൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം നമ്മൾ പിന്നെ പറയാറുള്ളത്. അതുകൊണ്ട് അപ്പൊ നമ്മൾ ആരുടെയെങ്കിലൊക്കെ ഈ രീതിയിൽ പെരുമാറിയതിന്റെ ആ സന്ദർഭങ്ങളിൽ ആ പെരുമാറാനുള്ള കാരണം ആ സംഭവമാണോ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ ആ സംഭവത്തെ കുറിച്ച് ആലോചിച്ച് ചെയ്യുന്നതാണോ എന്നൊന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവരും രണ്ട് സംഭവങ്ങൾ, ഒരു സംഭവം നമ്മൾ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പറയേണ്ടതില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു വിഷയം പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. ഓക്കെ, ഞാൻ പിന്നെ കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു റിലേറ്റീവിനെ കാണുന്ന ഒരു സംഭവമാണ്. എനിക്കൊരു കൊറിയർ വന്നു. നമുക്കറിയാം, പാർസല് ആള് വരുമ്പോൾ നമ്മളെ വണ്ടിക്കാരൻ അതിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ആ വഴിയിലേക്ക് ഒന്ന് ഇറങ്ങുമല്ലോ. ഇറങ്ങി വരുന്ന സന്ദർഭത്തില് ഇച്ചിരി ദൂരമായിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് വരുന്നുണ്ട്. കുറച്ച് ദൂരെയാണ്, അവരൊക്കെ നടന്നു വരുവാണ്. അപ്പോൾ കുറെ കാലത്തിന് ശേഷം കാണാന്നുള്ള കഴിഞ്ഞാൽ അവരെ ഞാൻ കണ്ടു. പക്ഷെ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് വരുന്ന സമയപ്പോഴേക്ക് ഞാൻ ആ കൊറിയർ തന്നു. അത് നോക്കി ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളിലൊക്കെ ഒന്ന് ഞാൻ മുന്നോട്ട് പോയി. ഞാൻ അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ ആള് എന്നെ വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം കണ്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കണ്ടില്ല. ആള് ഒരു കുറച്ച് അപ്പുറത്താണ്, അങ്ങോട്ട് പോയി. ഞാൻ പ്രതീക്ഷിക്കുന്നത് ആളെ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യും നിൽക്കുന്നതാണ്, പക്ഷെ കണ്ടില്ല. ഉടനെ തന്നെ എന്റെ മനസ്സിൽ തോന്നി, അല്ല എന്താ ഇയാള് നിൽക്കാതിരുന്നത്, കാരണം എന്തായാലും നിൽക്കുന്നതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ നിന്നില്ലല്ലോ, കാരണം കുറെ കാലത്തിന് ശേഷം കാണുകയാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഞാൻ ബിസിയാണെന്ന് മനസ്സിലാക്കി. പിന്നെ അയാളും എന്തെങ്കിലും ചിലപ്പം പെട്ടെന്ന് തിരക്കിലായിരിക്കും, പോയ തിരക്കുന്നിട്ട് ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്പൊ ഞാൻ കരുതി ഓക്കെ ശരി, അപ്പൊ ഇങ്ങോട്ട് വരുമായിരിക്കും, കാണാൻ വരുമായിരിക്കും നല്ല പ്രതീക്ഷ, അതും കണ്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായിട്ട് ഞാൻ അവരുടെ വീടിന്റെ ആ വഴിക്ക് അങ്ങ് പോയി. ആ വഴിക്ക് പോയ സമയത്ത് ഏതായാലും അന്ന് കാണാത്തതല്ലേ എന്ന് വെച്ചാൽ ചെന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തില് അവര് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് എന്നെ ഞെട്ടിച്ചത്. സത്യം പറഞ്ഞാൽ അവര് പറഞ്ഞെന്ന് വെച്ചാല്, ഞാന് അന്ന് കണ്ടിരുന്നു, പക്ഷെ എന്നെ അത് അന്ന് മൈൻഡ് ചെയ്തില്ലാന്ന് പറഞ്ഞപ്പോ അങ്ങ് പോയി എന്ന് പറഞ്ഞു. അതായത് ആള് വിചാരിച്ചു ഞാൻ ആളെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് ആളങ്ങ് പോയി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച എന്താണ്, ആള് ശരിക്കും നിൽക്കേണ്ട ആളായിരുന്നു, പക്ഷേ ഞാൻ ബിസിയാണെന്ന് തിരക്കിലാണെന്ന് മനസ്സിലാക്കിയോണ്ട് ആളും കൂടെ ബിസി ആയതുകൊണ്ട് അയാളെ പോയി എന്നതാണ്. ഈ ഒരു സംഭവം കൂടെ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. എൻ്റെ ഒരു ചിന്തിച്ച ആ ഒരു സംഭവം ആളെങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും ഞാൻ ഇവിടെ വെക്കുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനും ആളെപ്പോലെ ആളെ എന്നെ മൈൻഡാക്കാതെ പോയി, ആളെ എന്നെ ഇഗ്നോർ ചെയ്തു, ആൾക്ക് ഞാനൊരു എന്നെ വാല്യൂ ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരൊരാളൊന്ന് പറയാം ഈ ഒരു സെനറിയോയിലേക്ക്. ഞാനും ആളെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രെയിൻ ആയിട്ടുണ്ടാവും. ഒന്ന് ഓക്കെ, ഗുഡ്, താങ്ക് യു. അതായത് അതിന്റെ ഒരു ഹലോ സർ, കേൾക്കണില്ലേ? ഉണ്ട് പറഞ്ഞു. ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രെയിൻ ആയിട്ടുണ്ടാവും, പിന്നെ ആ ബന്ധം ഇല്ലാതാവും.
യെസ് താങ്ക് യു മാം. അതാണ് ഉദ്ദേശിച്ചത്. യെസ് താങ്ക് യു. അതായത് ഞാനും അവരെ എന്നെ ചിന്തിച്ചതുപോലെ എന്നെ വാല്യൂ ചെയ്തില്ല, എനിക്ക് അത്ര വാല്യൂ ഇല്ല, എന്നെ ഞാൻ അത്രേ ഉള്ളൂ. ഓക്കെ, അവരെന്നെ ഇഗ്നോർ ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ നെക്സ്റ്റ് തോട്ട് പ്രോസസ് എന്താ? ഓ, അവരങ്ങനെയൊക്കെ ആയോ, ഇനി ഞാനും അങ്ങനെ തന്നെ എന്നുള്ളൊരു ഇതിലേക്കാണ് ഞാൻ കൺക്ലൂഷനിലേക്കാണ് ഞാൻ വരാം. ആണല്ലോ. ഇനി ഞാൻ നമ്മളെ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇറാഷണൽ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാം, അത് അൺറിയലിസ്റ്റിക് ആണ്. ഒന്നത് അത് ഇപ്പൊ ഇറാഷണൽ നേരെ ഓപ്പോസിറ്റ് നമുക്കറിയാം റാഷണൽ. ഒരു മലയാളം പറയുകയാണെങ്കിൽ ഇറാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിരഹിതം എന്നൊക്കെയാണ് പറയാം. യുക്തിരഹിതമായ ചിന്തകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് സാധാരണ പറയല്. ഓക്കെ, അതിന്റെ മറുവശാണ് റാഷണൽ ബിലീഫ്സ്, യുക്തി ബന്ധമായിട്ടുള്ളതെന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഏതൊരു ഈവന്റും നമ്മൾ സാധാരണ ഒരു ഈവന്റ് നമ്മളൊരാളെ ഒരു സംഭവം, ഒരു ഈവന്റ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമോഷൻ. ഇവിടുത്തെ ഈവന്റ് എന്ന് പറഞ്ഞാൽ അവർ വന്നു, മൈൻഡ് ചെയ്തില്ല, പോയി. ഇമോഷൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തൊക്കെ ഇമോഷൻസ് ആവാം? ഞാന് അവരെന്നെ ഇഗ്നോർ ചെയ്തു, എന്നെ വാല്യൂ ചെയ്തില്ല. അങ്ങനെ പിന്നീട് അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അവരോട് ദേഷ്യമാകുന്നു. പിന്നെ അങ്ങേറ്റം ഒന്നുകിൽ എനിക്ക് ദേഷ്യം തോന്നുന്നു, സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ ഞാനങ്ങ് സ്ട്രെസ് ആവുന്നു, അവരെങ്ങനെ ചെയ്തല്ലോ എന്ന് ഓവർ തിങ്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഈ ഇറാഷണൽ ബിലീഫ് എന്ന് പറഞ്ഞാല് ആൽബർട്ട് എലീസ് ഇത് പറയാൻ കാരണം പല പ്രശ്നങ്ങളുടെയും കാരണം, ഇത് തെറാപ്പിയുടെ കോർ കോൺസെപ്റ്റ് ആയിട്ടാണ് അവർ കോയിൻ ചെയ്യുന്നത്. പല പ്രശ്നങ്ങളുടെയും കാരണം ഈ ഒരു ഇറാഷണൽ ബിലീഫ്. നമ്മൾ ഒരു സംഭവത്തെ ഒരിക്കലും സംഭവത്തിന്റെ പേരിലല്ല നമ്മൾ ഇമോഷണലായിട്ട് പ്രതികരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. അതായത് സംഭവം ഇമോഷൻ എന്നുള്ളതിന് പകരം അതിനിടയിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഈവൻ ബിലീഫ് ഇമോഷൻ എന്നതാണ്. ആ ബിലീഫ് എന്താ? അത് നമ്മളായിട്ട് നമ്മളോട് പറയുന്നതാണ്. നമ്മളായിട്ട് നമ്മളോട് പറയുന്നതാണ്. ഇനി ഞാൻ ഫസ്റ്റിൽ ചോദിച്ചിരുന്നല്ലോ, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ആ സംഭവത്തിന്റെ പേരിലാണോ നമ്മൾ അങ്ങേറ്റം പ്രയാസപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഉള്ള നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നല്ലോ. ഏതെങ്കിലും ഒരു വിഷയം ആർക്കെങ്കിലും ആൾക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്പെസിഫിക് ഒരു സംഭവം, അത് ആ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രമാണോ നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ ആ സംഭവത്തെ നമ്മൾ ചിന്തിച്ചിട്ട്, ഇപ്പൊ ഉദാഹരണത്തിൽ ഈ വിഷയം എന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണോ എന്നുള്ള ആരെങ്കിലും ഒരാൾ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചൊന്ന് പറയാൻ പറ്റും? ഹലോ, ആരെങ്കിലും ഒന്ന് മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആയി വരുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഓക്കെ, ശരി. ഒരു വിധം സംഭവങ്ങളിലെല്ലാം ഈ ഒരു ഇറാഷണൽ ബിലീഫ് കീപ്പ് ചെയ്യുന്ന, അത് എല്ലാവരും ഇറാഷണൽ ആവണമെന്നില്ല കേട്ടോ. അത്യാവശ്യം ഒരു അവയർനെസ് ഈ വിഷയത്തിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി ഞാൻ ഒരുപാട് ഇറാഷണൽ ബിലീഫ് കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ എല്ലാ ആളുകൾക്കെല്ലാം അവരുടേതായ പല സന്ദർഭങ്ങളിലും അത്തരം സംഭവം ഉണ്ടാവാം. ഓക്കെ, ഇനി ഈ ഇറാഷണൽ ബിലീഫിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു കാരണം 3 ഡിമാൻഡുകളാണ് യഥാർത്ഥത്തിൽ അതിൽ നമ്മൾ നയിക്കുന്നതെന്നാണ്. ഓക്കെ, 3 ഡിമാൻഡുകൾ. ഒരു ഡിമാൻഡ് എന്നാൽ ഡിമാൻഡ് ഓൺ സെൽഫ്, എന്നെ കുറിച്ചുള്ള ഡിമാൻഡ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞത് ഡിമാൻഡ് ഓൺ അതേഴ്സിലാണ്, മറ്റുള്ളവരെ കുറിച്ചുള്ള ഡിമാൻഡ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഓൺ വേൾഡ്, നമ്മളെ ലോകത്തെ കുറിച്ചുള്ള ഡിമാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആണ് ഉണ്ടാകും. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഡിമാൻഡ് ഓൺ സെൽഫ് എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ചുള്ള പേഴ്സണലി ഉള്ള ഡിമാൻഡ്,
ഇപ്പൊ ഇപ്പൊ എന്റെ സെയിം എക്സാമ്പിൾ ഞാൻ പറയാം. ആള് വന്നു, ആള് പോയി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ പരിഗണിക്കണം, എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം. അത് ഞാൻ എന്നെ കുറിച്ച് എന്നോടുള്ള ഡിമാൻഡാണ്. ആ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് വിചാരിച്ചത്, അയാൾ എന്നെ പിന്നെ പരിഗണിക്കാതെ പോയതുകൊണ്ട് ഞാൻ എന്നെ ഇഗ്നോർ ചെയ്തു. ഞാൻ നേരെ അങ്ങ് ജഡ്ജ്മെന്റിലേക്ക് പോവാണ്. എന്നെ ഇഗ്നോർ ചെയ്തു. അതുപോലെ തന്നെ ഞാന് പോരാത്തവനാണ്. ഇല്ലേ, ഇതിന്റെയൊക്കെ ഒരു മറുവശം ഞാൻ മുമ്പ് എടുത്തൊരു ക്ലാസ് ഉണ്ട്, സെൽഫ് എസ്റ്റീം. ലോ സെൽഫ് എസ്റ്റീമിലേക്കാണ് ഇത്തരം ഇറാഷണൽ ബിലീഫ് ഉള്ള ആളുകൾ പേഴ്സണൽ ഇതിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, അപ്പൊ ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോകും. അപ്പം ഞാൻ പോരാത്തവനാണ് എന്ന് ഞാൻ തന്നെ എന്നോട് പറയാണ്. അതുകൊണ്ടാണ് ആള് എന്നെ മൈൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്നെ കാത്തുക്കാതെ പോയത്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരും ഞാൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ്. ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ളതാണ്, നമ്മളിങ്ങനെ ഒരാളെടുത്ത് ഗ്രീറ്റ് ചെയ്തു. ആള് പക്ഷെ എന്ത് ചെയ്തില്ല, നമുക്ക് സ്മൈൽ ചെയ്യോ, അയാളെ നമ്മളൊരു മൈൻഡ് ചെയ്യുകയോ ചെയ്തില്ല. അപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ ജഡ്ജ്മെന്റിലേക്ക് എത്താൻ, ഓക്കെ, ആള് ഞാന് പോരാത്തവനായതുകൊണ്ട്, ഞാൻ കൊള്ളാത്തവനായതുകൊണ്ട് അങ്ങനെ. പിന്നെ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാനങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ ഫെയിലിയർ ആണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളോടുള്ള കുറെ ഡിമാൻഡ്, നമ്മളെ എക്സ്പെക്ടേഷൻ, ഡിമാൻഡ് ഉണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ ആ രീതിയിൽ അങ്ങ് തീരുമാനിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഡിമാൻഡ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ചുള്ള ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു പാറ്റേൺ നമുക്ക് അങ്ങ് എടുക്കാൻ പറ്റും. പിന്നെ ലോകത്തെ കുറിച്ച് ഇപ്പൊ നമ്മള് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നതോടുകൂടി എനിക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു പുതിയൊരു ജോലി സ്ഥലത്തെത്തി. അവിടെ നമുക്കൊന്നും ഈ ഇത്തരത്തിൽ റാഷൻ ബിലീഫുള്ള ആള് പ്രതീക്ഷിക്കുക എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ ഈസി ഗോയിങ് ആവണം എന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവിടെയുള്ള ഓരോ ക്രൈസിസും ആള് വിചാരിക്കണത് എനിക്കെല്ലാം ഈസി ആയിട്ട് വരണം, അതിനപ്പുറത്തേക്കുള്ളതെല്ലാം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു സ്ഥലത്തും തുടരാൻ കഴിയില്ല. ആള് ഒരു ജോലി വിട്ട് വേറെ സ്ഥലത്ത് പോകും. അവിടെയും അയാൾക്കാരുടേതായ ഇത്തരം പ്രശ്നങ്ങൾ വരും, വിട്ടുപോകും. ഞാൻ സിമ്പിളായിട്ട് സൂചിപ്പിച്ചത്രേ ഉള്ളൂ. ഇത്തരം ഇറാഷണൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ചില ചിന്തകളാണ്. ഇറാഷണൽ ബിലീഫ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറി വരും, അല്ലെ? എല്ലാവരും എന്നെ സ്നേഹിക്കണം. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളെന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോവാണ്. നമ്മൾ ആ ഒരു ഡിമാൻഡിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പം ഒരു ചെറിയ ഒരു ഇവന്റ് മതി. ആ ഇവന്റോട് കൂടി നമ്മൾ എന്ത് തീരുമാനിക്കുന്നു, അത് അങ്ങനെയാണ്, ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒന്നുകിൽ നമ്മൾ സ്ട്രെസ് ആകുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ കൂടി എന്താ പറയുക, പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മള് എന്താ പറയാ, ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ബിഹേവിയറൽ നമ്മൾ റെസ്പോൺസ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത്തരം ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അൺറിയലിസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞു. ഇനി എന്റെ ടൈറ്റിൽ ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കുന്നു. ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറാഷണൽ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മാഗ്നിഫൈങ് ഗ്ലാസ് എന്നാ പറയാം. അതായത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ, അതിന് നമുക്ക് മാഗ്നിഫൈങ് ഗ്ലാസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണത്, അത് വെച്ചുകൊണ്ട് നമുക്ക് ലെറ്റേഴ്സും നമുക്ക് വായിക്കാൻ പറ്റാത്ത കണ്ടിൽ അത് വലുതായി കാണാനാണല്ലോ. ഓക്കെ, അപ്പോ ഈ സംഭവങ്ങള് ചെറിയ ചെറിയ ഇഷ്യൂസിന് നമ്മൾ തന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചുകൊണ്ട് അതിനെ വലുതാക്കുക എന്ന് പറയാം. ഓക്കെ, വലുതാക്കിയിട്ട് അങ്ങനെ അത് ഇതാക്കണം. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ ഇറാഷണൽ ബിലീഫ് എന്നുള്ളത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ശരിയാ, അത് നമ്മൾ അങ്ങനെ സംഭവങ്ങൾ വെച്ച് പുലർത്താൻ പാടില്ല. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഇറാഷണൽ ബിലീഫ്സ് ഉണ്ടാകുന്നു, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് ചൈൽഡ്ഹുഡ് കുറെ ക്രിറ്റിസിസം കിട്ടിയ ഒരാള് ഓട്ടോമാറ്റിക്കലി ഞാൻ മുമ്പ് എന്റെ ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ട്, ആള് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. ലോ എസ്റ്റീം എന്ന് പറയുമ്പോൾ ആൾക്ക് തന്നെ കുറിച്ച് ഒരു വാല്യൂ ഇല്ല. എല്ലാം ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഇവർക്ക് ടിയുടെ ഒരു ലൈഫ് പൊസിഷൻ പറഞ്ഞല്ലോ, അതിലുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഓവർ സ്ട്രിക്റ്റ് പാരന്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും പാസ്റ്റ് ട്രോമ,
ആളൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. എല്ലാം അങ്ങനെ അല്ലേ. ഇപ്പൊ വീടുകളിലൊക്കെ നമ്മള് ചില പിന്നെ വഴക്കുകൾ ഒരു പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴക്ക് പറഞ്ഞു വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. ആളുടെ ഒരു പെർഫെക്ഷനിസ്റ്റ് മൈൻഡ് അല്ലേ. നമ്മളെ ഇനിയാഗ്രാമിലൊരു ഒരു കാറ്റഗറിയാണ്, ഒരു നമ്പറാണല്ലോ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഓരോന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അത്തരം ഈ കാരണങ്ങൾക്ക് ഒക്കെ ഇതിന് കാരണമാവുന്നതാണ് ഈ റാഷണൽ ബിലീഫ് വെച്ച് പുലർത്താൻ. എല്ലാവരാലും ഞാൻ സ്നേഹിക്കപ്പെടണം, ഞാൻ പറഞ്ഞ വഴിക്ക് എന്റെ വഴിക്കെല്ലാം വരണം അല്ലേ. ഇപ്പൊ ഈ രീതിയിൽ പിന്നെ ഞാൻ ഒരിക്കലും തെറ്റുകാരനല്ല. അതായത് പിന്നെ അതിന്റെ മറുവശമാണ് എന്ത് വന്നാലും ഞാൻ പെട്ടെന്ന് വിക്ടിം ആവുകയാണ്. ഞാനൊരു അതിന്റെ ഇരയായി കണ്ട എല്ലാത്തിനും കാരണം മറ്റവരാണ്. അപ്പോഴാണല്ലോ നമ്മൾ ആ രീതിയിൽ. ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങൾ വരുമ്പോ ഞാൻ ഗ്രീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവര് ചിരിച്ചില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നതാണ് അവരാണ് പ്രശ്നം. അപ്പോ പിന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്, എന്നിട്ടും അവർ ചെയ്തില്ല, എന്നെ ഇഗ്നോർ ചെയ്തു, ഞാനാണ് പ്രശ്നം. അങ്ങനെ ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് എന്ത് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ രീതിയിൽ ഉള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പിന്നെ കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ തെറാപ്പിയൊക്കെ അതിന്റെ ആ ഒരു ബേസിലാണ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുവിധം കൗൺസിൽ തെറാപ്പികളിലൊക്കെ ഇത്തരം ചില കാര്യങ്ങളാണല്ലോ അത് അവരിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്നതും അതിനെ അൺവീൽ ചെയ്തുകൊണ്ട് തെറാപ്പി സ്റ്റേജിലേക്ക് പോകുന്നതും അവർക്ക് അതിന് പിന്നെ റെമഡി കൊടുക്കുന്നതും. ഇനി ഇതിന്റെ മറുവശം അതും കൂടെ പറയുമ്പോഴാണ് അതൊരു ക്ലാരിറ്റിയിലേക്ക് വരുള്ളൂ. ഞാൻ കൊണ്ട് ക്ലോസ് വൈൻഡപ്പ് ചെയ്യാം. ഈ റാഷണൽ ബിലീഫിന്റെ നേരെ മറുവശം എന്നുള്ളത് അത് റാഷണൽ ബിലീഫാണ്. റാഷണൽ ബിലീഫ് എന്നുള്ളത് അത് റിയലിസ്റ്റിക് ആയിരിക്കും, കുറച്ചും കൂടി അത് പിന്നെ എന്താ പറയാ നമുക്ക് സെൽഫ് ആശ്വാസം തരുന്നതായിരിക്കും. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. ഞാൻ ഈ വരുന്ന സമയത്ത് ഞാൻ ആ കൊറിയർകാരനായിട്ട് സംസാരിച്ചു. ഇതുവരെ അയാളെ ഞാൻ കണ്ടു, ആളെന്നെയും കണ്ടു. പക്ഷെ ആളെ അടുത്ത സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ബിസിയായി. ഓക്കെ, ഇതിൽ ബിസി ആവുമ്പോൾ രണ്ട് സെനേറിയോയിലും എന്താണ് റാഷണൽ ബിലീഫ് എന്നാണ് പറയാൻ പോകുന്നുണ്ടോ. എന്റെ കേസിൽ ഞാൻ അവിടെ തന്നെ പറഞ്ഞിരുന്നു എന്ത്, ഞാന് മനസ്സിലാക്കി ഓക്കെ ആള് ബിസി ആയിരിക്കാം. ഒന്ന്, ഞാൻ ബിസിയാണെന്ന് മനസ്സിലാക്കി എന്നെ പ്രയാസപ്പെടുത്തണ്ട, പിന്നീട് വരാം എന്ന് വിചാരിച്ച ആൾ പോയതായിരിക്കാം. ഇല്ല, ഫോർ ടൈം ബീങ് ഞാൻ പറയുന്നു. അത് വിചാരിച്ചുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മള് പറയാറില്ലേ കിളി പോയെന്നൊക്കെ. കാരണം ആള് കുറെ കാലത്തിന് ശേഷം കാണാണ്. ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പ്രതീക്ഷ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഉടനെ ഞാൻ ഈ രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, ഞാൻ കാരണം പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുമല്ലോ, ആണല്ലോ. അപ്പൊ ആ നിലക്ക് നിന്നപ്പം ആളും കൂടെ ബിസി ആയതുകൊണ്ട് പിന്നീട് വരാമെന്ന് ആള് തീരുമാനിച്ചു പോയതായിരിക്കാം. ഓക്കെ, അത് ചില പ്രിഫറൻസുകൾ ഞാൻ കൊടുക്കുകയാണ്, ജഡ്ജ്മെന്റിലേക്ക് പോകാതെ കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് അന്ന് ഞാൻ സേഫ് ആണ്, കാരണം എനിക്ക് അതിന്റെ വലിയ പ്രയാസമൊന്നുമില്ല. നേരെ മറിച്ച് ആള് ചിന്തിച്ച എന്താ, ആളിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞാന് പിന്നെ ആളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആള് ചിന്തിച്ചെന്ത്, ഞാൻ ആളെ ഇഗ്നോർ ചെയ്തു. അറ്റ്ലീസ്റ്റ് ആ ഒരു സാഹചര്യം എന്താ, ഞാൻ ഈ ഒരു കൊറിയറായിട്ട് സംസാരിക്കുകയും ആൾ തരുന്ന ഇത് നോക്കുകയും അതിന്റെ പേയ്മെന്റിലേക്ക് ഞാൻ കടക്കുകയും ചെയ്താണ്. അത് ഒരു കുറച്ച് സമയമേ ഉള്ളൂ. അതിൽ എന്തൊക്കെയോ ചില ആള് ചോദിക്കുന്ന OTP കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എൻഗേജ്ഡ് ആവുമല്ലോ, ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അയാൾ ചിന്തിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നാണ്. ആക്ച്വലി ആ ഇറാഷണൽ ബിലീഫിന് പകരം ആൾ റാഷണൽ ആവേണ്ടിയിരുന്നു. എങ്കിൽ അവിടെ തന്നെ അത് സോൾവ് ആവുമായിരുന്നു, ആളെന്നെ വെയിറ്റ് ചെയ്യായിരുന്നു, ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അത് പോകില്ലായിരുന്നു. എന്നാണ് ആ റാഷണൽ ബിലീഫ്. ആൾ വിചാരിക്കേണ്ട എന്താണ്, ഓക്കെ അയാൾ ബിസിയാണ്, കാരണം കൺമുന്നിൽ കാണുന്നുണ്ട്. അതും അധിക നേരമൊന്നുമില്ല, കുറച്ചു നേരമല്ലല്ലോ. ആള് കൺമുന്നിൽ കാണുന്നുണ്ട്, ഓക്കെ ഇയാള് ഈ ഒരു സംഭവത്തിൽ ഇതാണല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യാം, ആള് ബിസി ആയത് കൊണ്ടാണ് എന്ന് ആ ഒരു റിയാലിറ്റിയും കൂടി അംഗീകരിക്കണമായിരുന്നു. അത് അംഗീകരിച്ചില്ല. എന്തൊക്കെയോ ചില പാസ് ഇത് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരങ്ങ് പോയി. ഇനി ഞാൻ അവിടെ ഈ ഒരു എൻ്റെ ഒരു റാഷണൽ ബിലീഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് സേഫ് ആയി പോയതും അത് മനസ്സിൽ വെക്കാത്തതും. ഞാനത് മനസ്സിൽ വെച്ച് പോയിരുന്നെങ്കിൽ ആളുടെ വീടിന്റെ മുന്നിൽ കൂടെ പോയാലും ഞാൻ ആ വീട്ടിൽ കയറൂല, ആളോട് ചോദിക്കൂല. പക്ഷെ ഞാൻ അവിടെ ചോദിക്കാൻ കാരണം എന്താ, എന്നെ ചോദ്യത്തിൽ എനിക്ക് റാഷണൽ ബിലീഫ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഓൾറെഡി സേഫ് ആയിരുന്നു, അതിൽ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അവർ അറിയുന്നത്, അവര് അവിടെ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ എന്നെ കണ്ടു, എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അവരും വിചാരിച്ചു, ഓ ശരി അവൻ മൈൻഡ് ചെയ്തില്ലല്ലേ. ഇത് ആലോചിച്ച് നോക്കി, അതിന്റെ ആ ഒരു എക്സ്പാൻഷൻ എത്രത്തോളം പോയി എന്ന് ആലോചിച്ച് നോക്കി.
അങ്ങനെ അതിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ആൾ അവിടെ തന്നെ ഈ രീതിയിൽ റാഷണലായി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല, അല്ലേ? പിന്നെ ഒരാളെ നമ്മൾ ഗ്രീറ്റ് ചെയ്തു, വിഷ് ചെയ്തു, പക്ഷെ അയാളെ ഓക്കെ, ആളെന്നെ ചിലപ്പോ ഞാൻ ഗ്രീറ്റ് ചെയ്ത ആൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അതായത് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ആക്ച്വലി അത് നമുക്കാണ് ഒരു പീസ്ഫുൾ ഇത് തരുന്നത്, അല്ലേ? അതായത് ഇറാഷണൽ ബിലീഫിന്റെ പിന്നെ അതിന്റെ കോൺസിക്വൻസ് എന്താ? അത് ഈ പറഞ്ഞ പോലെ ആൻസൈറ്റിയും സ്ട്രെസ്സും ആങ്കറും ദേഷ്യം പിടിക്കലും, അല്ലെ? ഇപ്പൊ കപ്പിൾ റിലേഷൻഷിപ്സിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോ പിന്നെ വൈഫ് എന്തൊരു അർജന്റ് കാര്യം പറഞ്ഞു, ആ സംഭവം നമ്മൾ മറന്നു, നമ്മൾ അതും ഇല്ലാതെ വീട്ടിലേക്ക് കയറി വരികയാണ്. അതായത് സാധാരണഗതിയിൽ വീട്ടിലേക്കുള്ള സാധനമല്ലാതെ വൈഫിന്റെ എന്തൊരു പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ കാര്യം നമ്മൾ ആദ്യമായിട്ട് പറയണം നമ്മളോട്. നമ്മളെ മനസ്സിലുണ്ട് അത് വാങ്ങണമെന്നുണ്ട്, പക്ഷേ പിന്നെ അവിടെ നമ്മൾ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് കയറി വരികയാണ്. കയറി വരുന്ന സമയത്ത് വൈഫ് പ്രതീക്ഷ എന്താ? ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാണല്ലോ, അപ്പൊ അതുണ്ടാവും എന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ചു അതെവിടെ? ഇല്ല. ഉടനെ അങ്ങ് ഷൗട്ട് ചെയ്തു, അങ്ങ് ഭയങ്കര ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യപ്പെട്ട് മിണ്ടാതെ പോയിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മള് ആക്ച്വലി അവിടെ സംഭവിച്ചെന്തായിരുന്നു എന്ന് വെച്ചാല് വൈഫിനോട് പറഞ്ഞു, നമ്മളത് വാങ്ങണമെന്ന് 100% തീരുമാനിച്ചു, അങ്ങനെ നമ്മളതൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ജോലി സംബന്ധമായി ഒരു ചെറിയൊരു പിന്നെ ഇഷ്യൂ അവിടെ വന്നതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെടേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കുറച്ച് ജോലി സമയം തന്നെ അധികം നീണ്ടുപോയി. നമ്മൾ അതെല്ലാം കഴിഞ്ഞ് കടയിൽ വന്നപ്പോഴേക്ക് കട അടച്ചു. ഇതാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ചോദിക്കാതെ അങ്ങ് ദേഷ്യപ്പെട്ട് വൈഫോടെ പോയി. നമ്മളും എടുത്തേക്ക് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു, ദേഷ്യപ്പെട്ടു, അതങ്ങ് പോയി. പിന്നീട് ആണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത്. ഇത് എപ്പോഴേ അറിയുള്ളൂ? എപ്പോഴെങ്കിലും നമ്മൾ അത് തണുത്ത് ആരെങ്കിലും ഒരാൾ അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരെങ്കിലും അറിയുള്ളൂ. ഇല്ലെങ്കിലോ ആ സ്പോട്ടിൽ തന്നെ വൈഫ് ആലോചിക്കുകയാണ്, ചിലപ്പം എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നല്ല നിലക്ക് ചോദിക്കുകയാണ്, അയ്യോ എൻ്റെ ഇത് മറന്നുമില്ലേ? അപ്പൊ പറയും, ഓ മറന്നതല്ല. അവിടെ അങ്ങ് ക്ലിയറിങ് ആവാണ്, അവിടെ അങ്ങ് ക്ലോസ് ആവാണ്, അവിടെ അങ്ങ് സംഭവം പിന്നെ എന്താ പറയാ പിന്നെ സോൾവ് ആവുകയാണ്. എന്നാൽ ഈ റാഷണൽ ബിലീഫ് കൊണ്ടാണെങ്കിൽ അവിടെ രണ്ടുപേരും ദേഷ്യപ്പിടിക്കുന്നു. ഒരാൾ ദേഷ്യപ്പിടിച്ചു, അല്ലെങ്കിൽ മറ്റാൾ ദേഷ്യപ്പിടിക്കാമെന്നില്ല, ആള് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ മറ്റാൾ നന്നായിട്ട് ഷൗട്ട് ചെയ്ത് അങ്ങ് പോയി റൂം വാതിൽ അടച്ചിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുറെ നേരത്തേക്കെങ്കിലും നമുക്കും ടെൻഷനായി, അവർക്കും ടെൻഷനായി, ആണല്ലോ. അപ്പൊ ഇതാണ് റാഷണൽ ബിലീഫിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത്. നമ്മൾ അതിന്റെ മറുവശം റാഷണൽ ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയാ പേജാണ് ഇവിടെ എടുക്കേണ്ടത്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ആൽബർട്ട് എല്ലിസ് ആണ് ഇത് കോയിൻ ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഈവൻസ് ദാറ്റ് ഡിസ്റ്റർബേഴ്സ്. ഒരിക്കലും ആ സംഭവങ്ങളല്ല, ആ സന്ദർഭങ്ങളോ ആ വിഷയങ്ങളോ അല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ബട്ട് അവർ ബിലീഫ്സ് അബൌട്ട് ദോസ് ഇവന്റ്സ്. ആ ഇവന്റിനെ കുറിച്ച് നമ്മുടെ ബിലീഫ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഇവന്റ് എടുത്ത് നോക്ക്, ക്ലാഷുകൾ ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഏതൊക്കെ ഇവന്റ് എടുത്ത് നോക്കിക്കോ, അവിടെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അത് നമ്മളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യും. നേരെ മറിച്ച് അവിടെ ഇച്ചിരി കൂടെ റാഷണലായി ആ ബിലീഫ് സിസ്റ്റം അല്ലാതെ ഈവന്റിനെ ആണെങ്കിൽ അവിടെ നമ്മൾ കുറച്ചും കൂടി റാഷണലായി ചിന്തിച്ചിരുന്നെങ്കിൽ അത് അവിടെ സോൾവ് ആകുമായിരുന്നു. അതിന് പകരം അത് ചില ഈവന്റ്സ് ഒക്കെ മിനിറ്റുകളിലേക്ക് നീങ്ങും, മണിക്കൂറുകൾ അത് സ്ട്രെസ്ഫുൾ ആയിട്ട് ലോങ് ആയിട്ട് പോകും, ചിലത് ദിവസങ്ങൾ, ആഴ്ചകൾ. ഇപ്പോഴും ഒരിക്കലും പ്രശ്നം ആകേണ്ടതില്ലാത്ത ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം തെറ്റി നിൽക്കുന്ന ഈവൻ ഇപ്പം കപ്പിൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന്റെ പേരിൽ വേണമെങ്കിൽ മാത്രം ഡൈവേഴ്സ് ഒക്കെ ആയി പോകുന്ന, അല്ലേ? ഈ പിന്നെ മാരേജിന്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂന്റെ പേരിൽ പെട്ടെന്ന് പരസ്പരം മനസ്സിലാക്കുന്നതിന് മുമ്പ് പോലും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി അവർ പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് റാഷണൽ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു മാഗ്നിഫൈങ് ഗ്ലാസിനെ പോലെ ആക്ട് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു നമ്മുടെ ബിലീഫ് സിസ്റ്റം അതിനെന്ത് ചെയ്യുന്നു? അത് വലുതാക്കി അത് പിന്നെ നമ്മളെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ്ങും അതെല്ലാം പിന്നെ എന്താ പറയാ ഇതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ റാഷണൽ ആവുക. റാഷണൽ ആവുകയാണെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, ഒരാൾ എന്നോട് മോശമായി പെരുമാറി, ഓക്കെ, അവിടെ ഞാൻ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല്
അയാൾ എന്നോട് മോശമായി പെരുമാറിയത് ഞാൻ മോശമായി പെരുമാറി എന്നുള്ളത് ഞാനങ്ങ് തീരുമാനിക്കണം. ആക്ച്വലി ഇല്ലേ, നമ്മൾ ഈ ഇത്രയും പറഞ്ഞ എക്സാമ്പിളിൽ നിന്നും നമ്മൾ ആ കാണുന്ന ഇവന്റ് അത് അങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. നമ്മൾ പല ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം. അതിന് പെരുമാറാനും ചില കാരണങ്ങളുണ്ടാവും. ആക്ച്വലി പെരുമാറിയത് ഇപ്പൊ ഒരാളെ നമ്മൾ വിഷ് ചെയ്തപ്പം ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ആൾ വേറെ എന്തോ ചിന്തിച്ചു പോയിരിക്കും. ഞാൻ കൊറിയറുകാരന്റെ കൂടെ ഫോക്കസ്ഡായി എൻഗേജ്ഡായി ആളെ കാണാത്തത് പോലെ അല്ലേ, ഒരാൾ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാക്കുമ്പോൾ ആൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിച്ച ചിലപ്പോൾ ആൾ നോക്കുന്നത് ഇല്ലേ, നമ്മൾ കുറെ പെർസെപ്ഷൻ എറേഴ്സ് ഉണ്ട്. ഒരാൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്ന് വിചാരിക്കും, ശരിക്കും നമ്മളായിരിക്കില്ല, അപ്പുറത്തേക്കായിരിക്കും. നമ്മൾ വിചാരിക്കും ആൾ നമ്മളെ കണ്ടു എന്നുള്ളത്. അങ്ങനെ കുറെ പെർസെപ്ഷൻ എറേഴ്സ് ഒക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചിന്തിക്കുന്നത് പോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ വഴിക്ക് എല്ലാവരും വരണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ചെയ്തു തരണം, ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ലോകം എനിക്ക് എല്ലാം ശരിയായി വരണം എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് പ്രശ്നം എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഇറേഷണൽ ബിലീഫ് എല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ റാഷണലായിട്ട് ചിന്തിച്ചു തുടങ്ങാം. എന്നൂടെ പറയാം, ഞാൻ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അല്ലാതെ ആളുടെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതോടുകൂടി നമ്മളെ മനസ്സ് കുറച്ചുകൂടി വിശാലാകുമ്പോൾ എന്താവും, നമ്മൾ ഓരോന്നിനെയും റാഷണലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. ഇനി ഏറ്റവും അവസാനമായ ഒരു ഞാൻ കുറച്ച് സമയം വൈകിയോണ്ടാണ് അധികം ഇൻട്രക്ഷനിലേക്ക് വരാത്തത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എങ്കിലും ഒന്ന് പറ, ആരെങ്കിലും ഒന്ന് പറ. ഇറാഷണൽ ബിലീഫ് കൊണ്ട് ആർക്കാണ് ശരിക്കും നഷ്ടം? ആരെങ്കിലും ഒന്ന് പറയണം. നമുക്ക് തന്നെ സാർ. യെസ്, താങ്ക് യു മാം, വെരി ഗുഡ്. നമുക്ക് തന്നെയല്ലേ അതിന്റെ നഷ്ടം അല്ലേ? അതായത് എനിക്ക് റാഷണൽ ബിലീഫ്സ് ഒരുപാട് ഞാൻ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് ലോസ് എനിക്ക് തന്നെയാണ്. കാരണം ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെ, ആഫ്റ്റർ ഇഫക്ട് എന്തൊക്കെയാ? ഒന്നുകിൽ ഞാൻ അപ്പൊ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും, ഒരുപാട് റിലേഷൻസ്, ഒരിക്കലും എനിക്കൊരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്സ്, ആരുമായിട്ട് ഇന്ററാക്ഷൻ, ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഹാർമണിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? റിലേഷൻഷിപ്സ് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. പ്രത്യേകിച്ചും കപ്പിൾസിനിടയിൽ ഇത്തരം ഉള്ള ആളുകളാണെങ്കിൽ എല്ലാറ്റിനെയും അങ്ങ് ഓവർ തിങ്ക് ചെയ്ത് ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ സംശയ രോഗങ്ങൾ അല്ലേ, ഒരു ചെറിയതിനെ മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചുകൊണ്ട് വലുതാക്കി ഓവർ തിങ്ക് ചെയ്ത് സംശയരോഗം എന്നുള്ള അതിൽ ഇത്തരം ആളുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അതിനൊക്കെ പല കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, പല റീസൺ അതിലേക്ക് ഉണ്ടാവാം. ഓക്കെ, ചെറിയ ഒന്ന് രണ്ട് ഇവന്റിനെ നമ്മൾ കണക്ട് ചെയ്ത് വലുതാക്കി ഓവർ തിങ്ക് ചെയ്തിട്ടാണ് അതിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ പാരന്റ് ചില റിലേഷൻഷിപ്സിലൊന്നും ഒരു നല്ലൊരു ഇതുണ്ടാവില്ല. വർക്ക് പ്ലേസിൽ അവിടെയും നമുക്ക് ഒരിക്കലും സ്വസ്ഥ ഉണ്ടാവില്ല അല്ലെ, ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം റാഷണൽ ബിലീഫ് കൊണ്ട് നമുക്ക് തന്നെയാണ് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം റാഷണൽ ബിലീഫിനെ എന്നാ റെമഡി? നമ്മൾ റാഷണൽ ബിലീഫിലേക്ക് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അത് എങ്ങനെ റീപ്ലേസ് ചെയ്യണം? അതിന് നമ്മൾ ഈ രീതിയിൽ ഒരു അവയർനെസ് കൊണ്ടുവരണം. നമുക്കൊരു അവയർനെസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെന്റൻസ് ആണ് ഏറ്റവും വലിയൊരു അതിന്റെ ഒരു അൾട്ടിമേറ്റ് റെമഡി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ ഇറാഷണൽ ബിലീഫ് എന്തൊക്കെ, നമ്മള് മറ്റുള്ളവരെ സ്നേഹിക്കണം, എല്ലാവരും ഞാൻ ഉദ്ദേശിച്ച പോലെ ആവണം, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കെല്ലാം വരണം. അത് മാറ്റിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിക്കുന്ന പോലെ മറ്റുള്ളവർ ചിന്തിക്കണം ഞാൻ വിചാരിക്കാതെ മതി. ഞാൻ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിക്കാഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീർന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? അതിന്റെ മറ്റുള്ളവരങ്ങനെ മസ്റ്റ് അല്ലെ, ഇതിൽ നമ്മൾ പറയും മസ്റ്റ് ഷുഡ്, എപ്പോഴും അങ്ങനെ തന്നെ വേണം. എൻ്റെ ഒരു ഷാഡ്യാണ്, മസ്റ്റായിട്ട് മറ്റുള്ളവർ എന്നെ സ്നേഹിച്ചിരിക്കണം അല്ലെ, ഷുഡ്, അങ്ങനെ ഇത്തരത്തിലുള്ള കുറെ ടേംസ് ആണ് നമ്മൾ റാഷണൽ ബിലീഫിന്റെ അതിന്റെ ഒരു പാറ്റേൺ ആയിട്ട് പറയാം. അതിന് പകരം നമ്മൾ തിരിച്ച് റാഷണലായിട്ട് വരിക. ഓക്കെ, ടൈമിങ് അങ്ങനെ സംഭവിച്ചു, കുഴപ്പമൊന്നുമില്ല അതിന്, പക്ഷെ ഇന്നതായിരിക്കാം അല്ലെ, അതിനൊരു പ്രിഫറൻസ്, നമ്മൾ ഇന്നത് കൊണ്ടായിരിക്കാം ആൾ പെരുമാറിയത് എന്ന് നമ്മളെ കൺവിൻസ് ചെയ്ത്, എന്നിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ
ഇല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലേക്ക് പോയി. അതോടുകൂടി അതെല്ലാം കാരണം അതോടുകൂടി അതെല്ലാം സോൾവ് ആയി. ഞാൻ മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഞാൻ വന്ന കാര്യം പിന്നീട് ആള് ഫാമിലിയിൽ പറഞ്ഞു, അവരും പറഞ്ഞു ഓ ശരി അന്ന് പോയിരുന്നുല്ലേ. അപ്പൊ ഈ രീതിയിൽ അവിടെ അങ്ങ് എല്ലാം സോൾവ് ആയി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗ്യാപ്പായി വലിയൊരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യും അവിടെ നിൽക്കും. ഏതായാലും ഞാൻ ഈ ഒരു ചെറിയ ടോപ്പിക്ക് എൻ്റെ ഒരു കഴിഞ്ഞ പരമാവധി ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്കും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിലേക്കുമായിട്ട് ഞാനിത് സമർപ്പിക്കുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് വാബ് സർ. നല്ല സെഷൻ ആയിരുന്നു. ഇനീഷ്യൽ ഗ്ലിച്ചസ് ഉണ്ടായത് കൊണ്ട് സർ ഒരു ഡിസ്റ്റർബ്ഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു തുടങ്ങുമ്പോ. ബട്ട് ലേറ്റർ ഓൺ ഓക്കെ ആയി. നല്ലൊരു ടോപ്പിക്കാണ് സർ. നമ്മളെപ്പോഴും ഈ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇതിന്റെ സാധാരണ ഭാഷയിൽ പറയാൻ പറ്റുന്ന ടേം മിസ്അണ്ടർസ്റ്റാൻഡിങ്, ജഡ്ജ്മെന്റല്, ഇതൊക്കെ നമുക്ക് ആ ഇറാഷണൽ തോട്ട്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ആൻഡ് ദെൻ നമ്മൾ ഇൻസ്റ്റന്റ്ലി ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ജഡ്ജ്മെന്റ്സ് ഫോം ചെയ്യും. അത് മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ സർ പറയണ മാതിരി ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുവെന്ന് വരും. ഇപ്പൊ ഈ അടുത്തും എൻ്റെ മക്കളുടെ മാരേജ് ആയിരുന്നു. പലരിനെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. അത് ഡെലിബറേറ്റ്ലി വിളിക്കാതെ ഇരുന്നിട്ടില്ല. നമ്മളുടെ തിരക്കിന്റെ ഇടയിലും പിന്നെ മിസ്സായ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടാവും വേണം വെച്ചിട്ടാണ് ഞങ്ങളെ വിളിക്കാതിരുന്നിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും സർക്കംസ്റ്റൻസസ് ആണ് ഉണ്ടായത്. സോ ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ റിയൽ ലൈഫിൽ കണ്ടുവെന്ന് വരും. പക്ഷെ സർ പറയണ മാതിരി ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ എടുക്കരുത്. ആൻഡ് അതേ രീതിയിൽ എനിക്ക് ഫീൽ ആയത് ചില സമയത്ത് അത് ട്രൂ ആയിരിക്കാം. ട്രൂ ആണെങ്കിലും കുറച്ച് ടൈമിനെ ഹീൽ ചെയ്യാൻ വിടുക. ടൈമിനെ ഹീൽ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ തോട്ട് പ്രോസസ്സും മാറും. നമുക്ക് ഈ പറയണ മാതിരി ഇപ്പൊ സർ ഫാമിലിയിലൊക്കെ പറയണില്ലേ, ഹസ്ബൻഡ് വൈഫ് തമ്മിലൊക്കെ ചിലപ്പോ ഇതൊക്കെ ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായാൽ കുറച്ച് അത് ട്രൂ ആണെങ്കിലും ഒന്ന് പേഷ്യന്റ്ലി വെയിറ്റ് ചെയ്യുക. ആ ടൈം മാറാനായിട്ട് ഒരു സമയം കൊടുക്കുക. അങ്ങനെ മെല്ലെ റാഷണൽ തോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു റാഷണൽ തോട്ട്സിലേക്ക് പോകാൻ പറ്റും. ഇൻസ്റ്റന്റ്ലി എപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് അല്ല ചെയ്യുക. സോ വളരെ നല്ലൊരു തോട്ട്സ് നമുക്ക് കിട്ടിയത് ഫ്രം ദിസ് ടോപ്പിക്. ബെസ്റ്റ് വിഷസ് സർ. വെരി നൈസ്ലി പ്രസന്റഡ്. താങ്ക് യു സർ. താങ്ക് യു. ഇപ്പൊ ഈ മാരേജിന്റെ വിളിക്കുന്ന കാര്യം വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ചന്ദ്ര മാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലായാലും റിലേഷൻഷിപ്പിന്റെ ഇടയിലൊക്കെ ആയാലും നമ്മൾ മെസ്സേജുകൾ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് മെസ്സേജുകളിൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ ഓൺലൈനിൽ ഉണ്ടല്ലോ എന്നിട്ട് എന്താണ് റിപ്ലൈ തരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫ്രണ്ട്സും പിണങ്ങുന്നതും ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോ അതും നമ്മൾ ചിലപ്പോൾ വർക്കിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ആയിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാണ്ട് നമ്മളടുത്ത് റിപ്ലൈ ചെയ്യുന്ന ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചന്ദ്രമ്മ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ അതിന്റെ ഇടയിൽ കുറെ നടക്കാറുണ്ട്. കോമൺ ആയിട്ട് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അതെ, നല്ല സെഷൻ ആയിരുന്നു. നമ്മളിൽ ഉണ്ടാവുന്ന ഇറേഷണൽ തോട്ട്സ് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യുക, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ മറ്റുള്ളവരെ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണം എന്നുള്ള ഒരു ചിന്തതിനേക്കാളും നമ്മളിലുള്ളത് നമ്മൾ മാറ്റുക. ബാക്കി ആരെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. താങ്ക് യു സർ. നല്ല സെഷൻ ആയിരുന്നു. ഇത് പറയുമ്പോഴേ അത്ര ഈസി അല്ല. കാരണം ഞാൻ പറഞ്ഞു പേഴ്സണലി എനിക്ക് തന്നെ അറിയായിരുന്നു, ഒരുപാട് ഇറാഷണൽ ബിലീഫ് ഉള്ള ആളാണ്. അതിന്റെ പേരിൽ ഒരുപാട് പല പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ്. പക്ഷെ പിന്നീട് ഞാൻ നമ്മളെ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില പിന്നെ കോഴ്സിന്റെ ഭാഗമാണെങ്കിൽ പോലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു അവയർനെസ് വരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭയങ്കര ആശ്വാസമായിരുന്നു.
ഓക്കെ താങ്ക് യു സുജില മാം. നമുക്ക് സർ ഒന്നുകൂടെ ആർക്ക് ഇന്ററാക്ഷൻ കുറച്ച് സ്ലോ ആവുന്നത് കൊണ്ട് ഞാൻ അതിന്റെ ഇടയിൽ കയറിയത് സർ. നമുക്ക് എളുപ്പത്തിൽ ബ്ലെയിം ചെയ്യാം, ബ്ലെയിമിങ് എളുപ്പമാണ്. പക്ഷെ നമ്മളും അതിന്റെ കാരണമാണ് എന്നുള്ളതും നമ്മൾ അതിലേക്ക് ആ ബ്ലെയിമിങ് കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും നമ്മളെപ്പോഴും പറയണ മാതിരി സർ, നമ്മൾ ഇങ്ങനത്തെ ഒക്കെ അവയർനെസ് ക്ലാസ്സസും ഇതൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇടയിൽ ചേഞ്ചസ് വരും. അല്ലാതെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് ലീഡ് ചെയ്തിട്ട് പോകാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചിന്തിക്കണോ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ മാതിരി ക്ലാസ്സസ് ഒക്കെ കേൾക്കണം. ആൻഡ് നമ്മളുടെ ചിന്തിക്കുന്ന തോട്ട് ഒക്കെ മാറ്റണം എന്നുള്ളത് ഒരു റിയാലിറ്റി. യെസ് യെസ് യെസ്, അതെ അതെ അതെ, ജഡ്ജ്മെന്റൽ ആയി പോവാണ് നമ്മൾ, അതുകൊണ്ടാണ് ഈ പ്രശ്നം. സാർ, പറഞ്ഞോളൂ. ഇറാഷണൽ ബിലീഫിനെ കുറിച്ചിട്ട് സാറിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വെറുതെ അതും ഇതൊക്കെ വിചാരിക്കും, ഇത് നമ്മൾ മാറ്റി വെക്കണം എന്ന് എത്ര വിചാരിച്ചാലും നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും എല്ലാ പ്രശ്നങ്ങളും അതും കൊണ്ട് തന്നെയാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ അത് എടുക്കണം എന്നുള്ളിടത്താണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് തന്നെ എത്ര ശ്രമിച്ചാലും എത്ര സാധ്യമാവുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നേ ഉള്ളൂ. എന്തായാലും ഈ ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വരുന്നതും നമ്മളത് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നതും ഒക്കെ. ഈ ഓവർ തിങ്കിങ് ആയാലും സെൽഫ് ഡൗട്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ, ബൈ പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തുപോയി. അപ്പൊ എവിടെയായാലും നമ്മളൊരു മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. എല്ലാവരും ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ മാറ്റാൻ ശ്രമിക്കും. ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം 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 ബിക മാം. അതിൽ നമുക്ക് പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല, ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ തെറപ്പീസ് നമ്മളിവിടെ തന്നെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മൾ വിംബിളായിട്ട് ബന്ധപ്പെടാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇതെല്ലാം എപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചില ടൈമിലൊക്കെ നമ്മളത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാവും. പിന്നാണ് നമ്മളിത് തിങ്ക് ചെയ്ത് പിന്നെ നമ്മളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ ആക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് അറ്റാച്ച്മെന്റുകളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം എല്ലാവരും ഇൻഡിപെൻഡന്റ് ഒക്കെ ആവുകയെന്ന് നമ്മൾ പ്രാക്ടിക്കലി പറഞ്ഞാലും നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് ആണല്ലോ. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇറാഷണൽ ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലായാലും ഒഫീഷ്യലായാലും പല മേഖലകളിലും ഒരുപാട് പുരോഗതി, അതായത് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്ന നമുക്ക് മനസ്സിലായി ക്ലാസ്സിലൂടെ. അപ്പം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ശ്രമിച്ചാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരാം. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. നമുക്കൊന്നും കൂടി അത് ഒന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു രാജലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് സാറ് പറഞ്ഞത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ് അല്ലേ. സക്സസ് പോവാം. നമ്മളെ സെൽഫ് അവയർനെസ്സോട് കൂടി ലൈഫ് മുന്നോട്ടുണ്ടായാൽ മതി അല്ലേ. അതെ, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. നമ്മള് അത് ഓരോന്ന് വരുമ്പോ നമുക്ക് അതിലേക്ക് മനസ്സിലാൻ പറ്റും. അപ്പോ അതെ അതെ, പറഞ്ഞോളൂ. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്.
താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സർ. നമ്മളിതില് കൗൺസിലേഴ്സ് ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇതാണ് നമ്മൾ CBT REBT ഒക്കെ ചെയ്യുന്ന അതിൽ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു പറഞ്ഞതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഷജിന മാം, ഹലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. സോറി, ഞാനൊരു ഇതിൽ പെട്ടു. താങ്ക് യു സർ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് കുഴിഞ്ഞ ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. താങ്ക് യു സോ മച്ച് സർ. സാറ് തിക്കുന്നരക്കായാലും ക്ലാസ്സിന് റെഡി ആയിട്ട് വന്നു, ക്ലാസ് എടുത്തു. താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ലേറ്റായി പോയി. അതിന്റെ ഒരു പ്രയാസം തുടക്കത്തിൽ ഞാനത് പറയാനാണ്. തുടക്കത്തിലൊന്ന് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഗെറ്റ് റെഡി ആവാൻ ഇച്ചിരി പ്രയാസപ്പെടും. അതിന്റെ ഒരു പ്രയാസം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ദയവായി ക്ഷമിക്കുക. ഓക്കെ, ഏതായാലും എന്നിരുന്നാലും ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും പേഴ്സണലി എൻ്റെ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സജന മാമിനും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ വിമ്പിൾ ഫൗണ്ടർ ഫൈസൽ സാറിനും എല്ലാവർക്കും ഇതുവരെ നല്ല ഫീഡ്ബാക്ക് കേട്ട എന്നെ ഇപ്പം നല്ല ഫീഡ്ബാക്കുകൾ തന്നു. എന്തെങ്കിലുമൊക്കെ ഇതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലിലേക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you all. Have a good day. Thank you all. ഓക്കെ, സി യു. താങ്ക് യു.